കൊലപാതകം മറയ്ക്കാൻ വേണ്ടി വീടിന് തീ വയ്ക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും. അതുപോലെ തന്നെ തെളിവുകൾ നശിപ്പിക്കുന്നതിനു വേണ്ടി കുറ്റകൃത്യം നടന്ന തെളിവുകളുള്ള സ്ഥലങ്ങളിൽ തീ വെച്ച് തെളിവുകൾ നശിപ്പിക്കുന്നതും നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത്തരത്തിൽ സാധാരണ ചെയ്യുന്നത് കുറ്റവാളികളായ ആളുകളാണ്. ഗവൺമെന്റ് അത്തരത്തിൽ ചെയ്യുന്ന സംഭവങ്ങൾ ഏകാധിപത്യ രാജ്യങ്ങളിൽ മാത്രമേ നടക്കാറുള്ളൂ. അതാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നത്. ബംഗാളിൽ EVMകൾ സൂക്ഷിച്ചിരുന്ന കെട്ടിടത്തിൽ വലിയ തീപിടുത്തമുണ്ടായി 4000 EVMകൾ ഉൾപ്പെടെയുള്ള എല്ലാ ഇലക്ഷൻ രേഖകളും കത്തി നശിച്ചിരിക്കുന്നു. അതുപോലെ തന്നെയുള്ള വളരെ അതിശയകരമായ മറ്റൊരു കാര്യമാണ് 88% മുസ്ലിങ്ങളുള്ള ബംഗാളിലെ ഒരു ബൂത്തിൽ സംഭവിച്ചത്. അവിടെ 97% വോട്ടുകൾ BJPക്കാണ് ലഭിച്ചത്. നരേന്ദ്രമോദിയുടെ നോൺ ബയോളജിക്കൽ ഇന്ത്യയിലല്ലാതെ വേറെ എവിടെയാണ് ഇത്തരത്തിലുള്ള വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുക? ഇക്കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളെല്ലാം പരിപൂർണമായി അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇലക്ഷൻ അല്ല, മറിച്ച് സെലക്ഷനാണ് രാജ്യത്ത് നടക്കുന്നത് എന്ന് എല്ലാവർക്കും ബോധ്യമായിരിക്കുന്നു. യാതൊരു മടിയും കൂടാതെയാണ് മോദിയുടെ സെലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കുന്നത്. ഇക്കഴിഞ്ഞ പശ്ചിമ ബംഗാൾ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 91 ലക്ഷത്തിലധികം വോട്ടർമാരെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്. കൃത്യമായ രേഖകൾ ഹാജരാക്കി അപ്പീൽ സമർപ്പിക്കുന്ന എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. അതിന് പ്രകാരം 34 ലക്ഷം യഥാർത്ഥ വോട്ടർമാർ അപ്പീൽ സമർപ്പിച്ചെങ്കിലും ഇലക്ഷൻ കമ്മീഷൻ അവരെ പട്ടികയിൽ ഉൾപ്പെടുത്താതെ തള്ളുകയാണ് ചെയ്തത്. അതിന് മറുപടിയായി സുപ്രീം കോടതി പറഞ്ഞത് അവർക്ക് അടുത്ത പ്രാവശ്യം വോട്ട് ചെയ്യാമെന്നാണ്. ഓർക്കണം, സുപ്രീം കോടതിയിൽ പോലും രക്ഷയില്ലാത്ത അവസ്ഥ. ബംഗാളിലെ തെരഞ്ഞെടുപ്പ് പരിപൂർണമായി അട്ടിമറിച്ചതാണ് എന്ന് തലയ്ക്കകത്ത് ആൾതാമസമുള്ള അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. ഇപ്പോഴിതാ മാന്ത്രികമായി 4000-ലധികം EVMകളും മറ്റ് ഇലക്ഷൻ രേഖകളും സൂക്ഷിച്ചിരുന്ന ബംഗാളിലെ കെട്ടിടത്തിൽ വലിയ തീപിടുത്തം ഉണ്ടാകുന്നു. അതിൽ ഈ 4000 EVMകളും മറ്റ് ഇലക്ഷൻ രേഖകളും പരിപൂർണമായി കത്തി നശിച്ചു. ഇത് വെറുതെ പറയുന്നതല്ല. ഹിന്ദുസ്ഥാൻ ടൈംസിൽ ഇതിനെക്കുറിച്ച് വാർത്ത വന്നത് കണ്ടോ? ബംഗാളിലെ ഗവൺമെന്റ് ബിൽഡിംഗിൽ ഉണ്ടായ ഭീമമായ തീപിടുത്തത്തിൽ 4000 EVMകൾ കത്തി നശിച്ചിരിക്കുന്നു എന്ന്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവാം, ജൂൺ 1-ാം തീയതി ഡൽഹിയിലെ വിദ്യാഭ്യാസ മന്ത്രാലയ ഓഫീസിൽ തീപിടുത്തം ഉണ്ടാവുകയും രേഖകൾ കത്തി നശിക്കുകയും ചെയ്തത്. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് അതിന്റെ തെളിവുകൾ മറയ്ക്കുന്നതിനു വേണ്ടി മാന്ത്രികമായി നോൺ ബയോളജിക്കൽ തീപിടുത്തമാണ് വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ ഉണ്ടായത്. അതേപോലെ തന്നെയാണ് ഇലക്ഷൻ അട്ടിമറിയുടെ തെളിവുകൾ എല്ലാം ഒന്നാകെ ബംഗാളിൽ കത്തി നശിച്ചത്. അതുപോലെ തന്നെയുള്ള മറ്റൊരു അത്ഭുതമാണ് 88% മുസ്ലിങ്ങളുള്ള ബംഗാളിലെ ഒരു ബൂത്തിൽ നടന്നത്. അത് അറിയുന്നതിനു മുൻപ് തീപിടുത്തത്തിൽ EVMകളും മറ്റ് ഇലക്ഷൻ രേഖകളും കത്തി നശിച്ചതിനെതിരെ ചില പ്രമുഖ പ്രതിപക്ഷ നേതാക്കളുടെ പ്രതികരണങ്ങൾ കാണാം. കോൺഗ്രസ് വക്താവ് പവൻ ഖേര ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ഇവിടെ കത്തി നശിച്ച 4000 EVMകൾ ഈയിടെ നടന്ന ബംഗാൾ ഇലക്ഷനിൽ ഉപയോഗിച്ചവയാണോ എന്ന് ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചിന്തിക്കേണ്ടി വരും, ഇത് അപകടം ആണോ അതെയോ ബോളിവുഡ് മൂവികളിൽ കാണുന്നത് പോലെ തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടി അത്ഭുതകരമായി സംഭവിച്ചതാണോ എന്ന്. NSUI പ്രസിഡന്റ് വിനോദ് ജാക്കർ പറഞ്ഞത് ഇങ്ങനെയാണ്: EVMകൾ കത്തി നശിച്ചിരിക്കുന്നു. കൊലപാതകി തെളിവുകൾ കത്തി നശിപ്പിക്കുന്നത് പോലെ ജനാധിപത്യത്തിന്റെ കൊലപാതകികൾ തെളിവുകളും തുടച്ചു മാറ്റിയിരിക്കുകയാണ്. കിട്ടുന്ന വിവരമനുസരിച്ച് 2-ാമത്തെയും 3-ാമത്തെയും നിലകളിലാണ് ആദ്യം തീപിടുത്തം ഉണ്ടാവുന്നത്. പക്ഷേ മാന്ത്രികമായി 4ഉം 5ഉം 6ഉം നിലകളിൽ തീ പടരാതെ അത് 7-ാമത്തെയും 8-ാമത്തെയും നിലകളിൽ എത്തി എന്നാണ് അറിയുന്നത്. അവിടെയാണ് EVMകളും പ്രധാന ഇലക്ഷൻ രേഖകളും സൂക്ഷിച്ചിരുന്നത്.
ഇനി ബംഗാളിലെ ഒരു ബൂത്തിൽ നടന്ന അത്ഭുതം എന്താണ് എന്ന് നോക്കാം. ഓൾട്ട് ന്യൂസിലെ ഈ വാർത്ത കണ്ടോ? ഞങ്ങളുടെ വോട്ടുകൾ എവിടെ പോയി എന്ന് ബംഗാളിലെ ന്യൂ ടൗൺ ബൂത്തിലെ വോട്ടർമാർ ചോദിക്കുകയാണ്. 88% മുസ്ലിങ്ങളുള്ള ഇവിടുത്തെ 97% വോട്ടുകളും BJPക്കാണ് ലഭിച്ചത്. 88% മുസ്ലിങ്ങളുള്ള 164 നമ്പർ ബൂത്തിൽ നടന്ന അത്ഭുതമാണ് ഇത്. ഇവിടെ മൊത്തം 686 വോട്ടുകളാണ് പോൾ ചെയ്തത്. അതിൽ BJP സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 637 വോട്ടുകൾ. TMC സ്ഥാനാർത്ഥിക്ക് വെറും 5 വോട്ടുകളും CPMന്റെ സ്ഥാനാർത്ഥിക്ക് ഒരേ ഒരു വോട്ടുമാണ് ലഭിച്ചത്. CPMനും TMCക്കും മൃഗീയ ഭൂരിപക്ഷമുള്ള ബൂത്താണ് ഇത്. ബാക്കി ബൂത്തുകളിലെ വോട്ടെണ്ണൽ 4-ാം തീയതി പൂർത്തിയായപ്പോൾ ഈ ബൂത്തിലെ വോട്ടെണ്ണുന്നത് 5-ാം തീയതിയാണ്. അതുവരെയുള്ള 17 റൗണ്ടുകളിൽ വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥി പിന്നിലായിരുന്നു. TMCയുടെ സ്ഥാനാർത്ഥി 316 വോട്ടുകൾക്ക് മുൻപിലായിരുന്നു 17-ാം റൗണ്ട് വരെ. അവസാന റൗണ്ടായ 18-ാം റൗണ്ടിലാണ് പിറ്റേ ദിവസം ഇവിടുത്തെ വോട്ട് എണ്ണുന്നത്. അവിടെയാണ് 88% മുസ്ലിങ്ങളുള്ള അവിടുത്തെ 97% വോട്ടുകളും BJPയുടെ സ്ഥാനാർത്ഥിക്ക് മാന്ത്രികമായി ലഭിക്കുന്നത്. അങ്ങനെ അവസാന ഫലം വന്നപ്പോൾ അതുവരെ 316 വോട്ടുകൾക്ക് മുൻപിലായിരുന്ന TMC സ്ഥാനാർത്ഥിയെ കൃത്യം 316 വോട്ടുകൾക്ക് BJP സ്ഥാനാർത്ഥി പരാജയപ്പെടുത്തി. ഇതിനാണ് മോദി ഹേ തോ മുംകിൻ ഹേ, മോദിയുണ്ടെങ്കിൽ എന്തും സാധ്യമാണ് എന്ന് പറയുന്നത്. ഇവിടുത്തെ 90% വോട്ടുകളും TMCക്ക് ലഭിക്കേണ്ടതാണ്. ബാക്കി വോട്ടുകൾ CPMനും. പക്ഷേ അത്ഭുതകരമായി ബാക്കി എല്ലാ റൗണ്ടിലും പിന്നിൽ നിന്നിരുന്ന BJP സ്ഥാനാർത്ഥിക്ക് 88% മുസ്ലിങ്ങളുള്ള ഈ ബൂത്തിലെ ഏതാണ്ട് മുഴുവൻ വോട്ടുകളും ലഭിക്കുന്നു. അതുവരെ 316 വോട്ടുകൾക്ക് പിന്നിൽ നിന്നിരുന്ന BJP സ്ഥാനാർത്ഥി മുസ്ലിങ്ങൾ മാത്രമുള്ള ഈ ബൂത്തിലെ എല്ലാ വോട്ടുകളും നേടി കൃത്യം 316 വോട്ടുകൾക്ക് വിജയിക്കുന്നു. ഇതാണ് രാജ്യത്ത് നടക്കുന്നത്. നിഷ്പക്ഷമായി തെരഞ്ഞെടുപ്പ് നടത്തിയാൽ BJPക്ക് ഒരൊറ്റ സീറ്റ് പോലും ഇന്ത്യയിൽ ലഭിക്കില്ല എന്ന് വ്യക്തമായി കാണിക്കുന്നതാണ് ഈ അത്ഭുത സംഭവങ്ങൾ. മോദി പോലും വിജയിക്കുകയില്ല. ഏതായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി ഉണ്ടായ ഒരു നല്ല കാര്യം എന്താണ് എന്ന് വെച്ചാൽ പ്രതിപക്ഷമെല്ലാം ഭിന്നതകൾ ഒക്കെ മറന്ന് ഒറ്റക്കെട്ടായി എന്നുള്ളതാണ്. ഭിന്നിച്ചു നിന്ന് പരസ്പരം പോരാടിയാൽ ഇനി രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക അസാധ്യമാണ് എന്ന് TMC ഉൾപ്പെടെ എല്ലാ കക്ഷികൾക്കും വ്യക്തമായി മനസ്സിലായി. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ യാതൊരു കാര്യവും ഇല്ലാതായി കഴിഞ്ഞു രാജ്യത്ത്. മമതാ ബാനർജി ഇത്രയധികം ചെറുത്തു നിന്നിട്ടും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ ഓർക്കണം. അതും അവർക്ക് മൃഗീയ ഭൂരിപക്ഷത്തിൽ ഭരണമുണ്ടായിരുന്ന സംസ്ഥാനത്തിൽ ഒന്നും ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. വെറുതെ നോക്കി നിൽക്കേണ്ട അവസ്ഥയാണ് വന്നത്. സുപ്രീം കോടതിയിലും യാതൊരു രക്ഷയുമില്ല എന്നും പ്രതിപക്ഷ കക്ഷികൾക്കെല്ലാം ബോധ്യമായിരിക്കുന്നു. ഇനി ആകെയുള്ളത് സ്വാതന്ത്ര്യ സമരം പോലെ ഒരു ജനമുന്നേറ്റം നടത്തുക എന്നത് മാത്രമാണ്. ഞാൻ ഉറപ്പിച്ചു പറയാം, മോദിയുടെയും കൂട്ടരുടെയും ഈ നാണംകെട്ട കളി ഏറെക്കാലം നീണ്ടു നിൽക്കില്ല എന്ന്. ബംഗാളിൽ നടത്തിയ മോദിയുടെ ഈ നോൺ ബയോളജിക്കൽ അത്ഭുതങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?